എന്താ വനിതകള്? ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ തലസ്ഥാനം മാറ്റുണ്ട്. കിഴക്കോട്ടൊഴുകുന്ന നദി പമ്പ, കബനി, ഭവാനി. പുഴകളും ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. ശീതളട്ടോ, ശീതളട്ടോ. ആ ഞാനാണ് മൊയ്തോണേ. അച്ഛനാണ് മോളെ. അച്ഛൻ ഉറങ്ങാ, വിളിക്കണോ? വേണ്ട, വിളിക്കണ്ട. അല്ലെന്ന് നിലവിളിക്കണ കേട്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ നിലവിളിച്ചതല്ല, പഠിക്കായിരുന്നു. പഠിക്കുക? പണ്ട് സ്കൂൾ പഠിത്തം ഇതുവരെ കഴിഞ്ഞില്ല. അതല്ല, എനിക്ക് ഒരു ജോലിയുടെ ഇന്റർവ്യൂ ഉണ്ട്, അതിന് പഠിച്ചതാ. മുറുക്കി പഠിച്ചോ? ഒരു നല്ല പണി എനിക്ക് കിട്ടട്ടെ. ആ തന്ത കഴിച്ചതാട്ടെ. ആ ഞമ്മളാ മൊയ്തോണ്. മൊയ്തോണ്. എന്താ അതേ പ്രാവശ്യത്തെ കാശ് അടുത്ത പ്രാവശ്യം തരാട്ടപ്പല്ല. നമ്മൾ കായ് ചോദിക്കാൻ വന്നല്ലോ. ഞാൻ ഇതിലെ പോകുമ്പോ നിങ്ങളെ മോളുണ്ട് വലിയ വായിൽ ഇങ്ങനെ ഇന്ത്യന്റെ തലസ്ഥാനം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കോഴിക്കോടല്ല, ന്യൂഡൽഹി. അത് പിന്നെ മാറ്റിയോ? നീ ഈ പത്രമൊക്കെ അങ്ങനെ ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കലുള്ളൂ, അല്ലാണ്ട് വായിക്കലൊന്നും ഇല്ല അല്ലേ? അതിനൊക്കെ ഏടെ സമയം കിട്ടും സീതലേട്ടാ. അല്ല ഇതിപ്പോ എന്താ പരീക്ഷ എന്തുണ്ട് അറിഞ്ഞ്? ഇത് ഈ മറ്റേ PSR ഇല്ലേ, PSR-ന്റേതാ. PSR-ഓ? ഇപ്പൊ ഈ ടെമ്പററി ആണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ അത് ഈ PSC-കാര് വന്നവരെ ടെമ്പററി ആയിരിക്കും, അത് കഴിഞ്ഞാൽ ചിലപ്പോ പോരേണ്ടി വരെയായിരിക്കും. കുഴപ്പമില്ലല്ലോ, ഇവിടെ ചൊരി കുത്തിരിക്കണേൽ ഭേദമല്ല അവിടെ പോയി കുത്തിരിക്കണേ. എന്നിട്ട് പോരാലോ. അയ്യ, ഞാൻ അങ്ങനെ പോരൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ടേ ബാക്കി ഈ ടെമ്പററി അപ്പോയിന്റ്മെന്റുകാരുണ്ടല്ലോ, ഞങ്ങളൊക്കെ കൂടി ഒരു സംഘടന അങ്ങോട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഈ സംഘടന കോടതി പോകും. അങ്ങനെ ഞാൻ പെർമനന്റ് ആകും. അല്ല, ജോലി കിട്ടണതിന് മുമ്പ് അവള് കൊടിയും പിടിച്ചിട്ട് കോടതി പോണ കാര്യ പറയണേ. കേരളപ്പോ ഈ നാട്ടു നടപ്പൊക്കെ ഇപ്പൊ നമ്മക്കോ പറ്റിയില്ല. ഇപ്പൊ അവർക്കെങ്കിലും ഒക്കെ പറ്റിയെങ്കിൽ നോക്കട്ടെ. ഇത് കൊടി പിടിക്കാനോ? ഇല്ലടോ, ഇത് ഗവൺമെന്റ് ജോലി. അങ്ങനെ ഇത് കേട്ടിട്ട് നല്ലൊരു പോസ്റ്റ്. ISRO അല്ലേ? PSR പേര് കേട്ട ISRO-ട്ട് എന്തോ ബന്ധപ്പെട്ട അതാണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കി പഠിച്ചോ, കിട്ടിക്കഴിഞ്ഞാ വലിയ കിട്ടലാ. ആൾക്കാരുടെ അടുത്ത് ഇത് തിരക്കടൊന്നുമില്ല. നല്ല 4 ആൾക്കാർ അറിയണവരൊക്കെ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അല്ല, ബാലരമ കിട്ടിയില്ലട്ടോ. ബാലരമ പോത്ത് പോലെ ആയല്ലോ. ഇപ്പോഴും ബാലരമ വായിക്കല്? അതിനിപ്പോ എല്ലാരും ബാലരമ വായിക്കും. അച്ഛൻ വായിക്കാറുണ്ടല്ലോ. നിങ്ങളും വായിക്കലുണ്ട്? കഥ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, നാളെ കൊണ്ടുവരാം. അപ്പൊ ശരി സീറട്ടാ. ശരി. അല്ലടി, നീ ഇപ്പോ എന്ത് പണിക്കാ പോണെന്ന് പറഞ്ഞേ? അച്ഛനറിയാൻ പാടില്ലേ, സ്വീപ്പർ പണിക്ക്. അതിനല്ലേ ഈ അടിച്ചു വരലല്ലേ? അതെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നീ ഒരു കണക്കിന് സമ്മതിക്കണല്ലോ. ഉണ്ടല്ലേ ഞാൻ പറയാന്നും പറഞ്ഞിട്ട്. അച്ഛൻ എന്തിനാ എല്ലാരോടും ഇത് പറയാൻ വേണ്ടി നിക്കണേ? PSR അങ്ങോട്ട് പറഞ്ഞാ കഴിഞ്ഞില്ലേ? ഇപ്പൊ ആൾക്കാർക്ക് അറിയാകൊന്നുമില്ല. നീ ഇപ്പൊ എത്ര വരെ പഠിച്ചു? ഞാൻ 10 വരെ. ജയിച്ചോ? ജയിച്ചോ? നീ എന്താ പൊട്ടത്തിയാ? ചെവിടാക്കണല്ലേ? ജയിച്ചോ? ഞാൻ ജയിച്ചില്ല. അത് ഈ നാട്ടുകാർക്കൊക്കെ അറിയാലോ. അവന് കിട്ടുന്ന ജോലിയിൽ ഒരു തൃപ്തി കണ്ടെത്തുക, അതിലൊരു അന്തസ് കണ്ടെത്തുക. അത് 4 ആളോട് പറയണോണ്ട് ഒരു നാണക്കേടും വിചാരിക്കണ്ട.